മലയാള സിനിമയെ പൊന്നണിയിച്ച സുവർണ കാലഘട്ടത്തിന്റെ സ്മൃതികളുണർത്തി വീണ്ടും ഒരു അരവിന്ദൻ അനുസ്മരണം. പൊന്നാനി ഉറൂബ് താമസിക്കുന്ന അരവിന്ദനുമായി അപൂർവ സൗഹൃദം കാത്തു സൂക്ഷിച്ച ബാബ സൈനുദ്ദീന്റെ വീട്ടുമുറ്റത്ത് നടന്ന ചിദംബര സ്മരണ. അരവിന്ദന്റെ ഒട്ടുമിക്ക ചിത്രങ്ങൾക്കും കലാസംവിധാനം നിർവഹിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ മകനും അരവിന്ദന്റെ ഏതാനും ചിത്രങ്ങളിലെ അഭിനേതാവുമായ ദേവൻ ഉദ്ഘാടനം ചെയ്തു. കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാര ജേതാവ് പ്രൊഫസർ എം നാരായണൻ, എഴുത്തുകാരനും പ്രഭാഷകനുമായ വിജു നായരങ്ങാടി, സാംസ്കാരിക പ്രവർത്തകൻ ഉണ്ണികൃഷ്ണൻ പൊന്നാനി, പാട്ടോർമ്മകൾ എന്ന ലേഖന പരമ്പരയിലൂടെ ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ച സതീഷ് കുമാർ വിശാഖപട്ടണം, പൊന്നാനി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി കുഞ്ഞുമരക്കാർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ശരീര സൗന്ദര്യ മത്സരങ്ങളിലൂടെ മിസ്റ്റർ ഇന്ത്യ പട്ടം നേടിയ മുഹമ്മദ് അലിയെ ആദരിച്ചു. മോഹൻദാസ് നന്ദി പറഞ്ഞു. തുടർന്ന് 1985 ഇന്ത്യയിൽ ഏറ്റവും മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട അരവിന്ദന്റെ ചിദംബരം സിനിമയുടെ പ്രദർശനം നടന്നു. ഇത്രയും അധികം വിവിധങ്ങളായ സിനിമകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇതിന്റെ മുമ്പിൽ അതിന് ശേഷം ആ ഒരു ജോണറിലോ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയിലോ വേറെ പെർസ്പെക്റ്റീവിലോ ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവിലോ സിനിമ ഉണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായിട്ടില്ല. പിന്നെ അരവിന്ദന്റെ പാട്ടിനോടുള്ള മോഹൻ കലശലാണ്. അത് കോഴിക്കോട് അച്ഛൻ്റെ കൂടെ നിന്നാണ് സരച്ചൻ മറാഠ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് മറ്റേ നോർത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ പാട്ട് പഠിക്കണം. പറയാണെങ്കിൽ കുറെ ഉണ്ടാവും, പക്ഷെ അത് പറയാൻ മുഴുവൻ കിട്ടുന്നുമില്ല, പലപ്പോഴും മിസ്സായി പോകുന്നുണ്ട്. ഇനി കാരിയർ ഇത്ര എനിക്ക് തോന്നി 16-17 കൊല്ലത്തിൻ്റെ ഉള്ളില് ഉത്തരായണം, തമ്പ്, കുമ്മാട്ടി, എസ്തപ്പാൻ, ഒരിടത്ത്, ചിദംബരം, വാസ്തുഹാര, 8-9 സിനിമകൾ, പിന്നെ അനവധി ഡോക്യുമെന്ററികൾ. അതിലൊന്ന് അച്ഛനെ കുറിച്ചൊരു ഡോക്യുമെന്റ് ഉണ്ടായി, പിന്നെ ഓൾ എന്ന് പറഞ്ഞ പടം. ഇത്ര കാലം സജീവമായിട്ട് സിനിമയിൽ നിൽക്കുക, അത് ആ അദ്ദേഹത്തിനുള്ള കാലത്ത് അദ്ദേഹത്തിന്റെ സിനിമ എത്രാണ്ട് വിലയിരുത്തിയോ എന്നുള്ള സംശയമാണ്. പക്ഷെ അതിന്റെ വാല്യൂ തിരിച്ചറിയുന്നത് കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അതിന്റെ ആൾക്കാർ കുറച്ചും കൂടി ശ്രദ്ധിക്കുന്നത്. പൊന്നാനി മേഖലയിൽ CBSE ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ. 10 വരെയുള്ള എല്ലാ ക്ലാസുകളിലും CBSE NCERT സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ 6 വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത്. മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേണിംഗ് ബൈ ഡൂയിങ് പഠനമാണ് മോണ്ടിസോറിയുടെ പ്രത്യേകത. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോട് കൂടിയ അധ്യാപകരുടെ പരിശീലനം കുട്ടികളെ കൂടുതൽ മിടുക്കരാക്കുന്നു. IT ലാബ്, സയൻസ് ലാബ്, മാത്സ് ലാബ്, ഡിജിറ്റൽ ക്ലാസ് റൂം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ്, കൗൺസിലിംഗ് ലാബ്, ഫസ്റ്റ് എയ്ഡ് റൂം, വിശാലമായ ലൈബ്രറി, ഓഡിറ്റോറിയം, പാർക്ക് എന്നിവയും ഹിലാലിന്റെ സവിശേഷതകൾ തന്നെ. വിദ്യാർത്ഥികളിലെ പഠന സംബന്ധവും വ്യക്തിപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈൽഡ് സൈക്കോളജി കൗൺസിലിംഗും സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു. കുട്ടികളുടെ കലാകായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി മികച്ച അധ്യാപകരുടെ കീഴിൽ സ്പോർട്സ്, ഡാൻസ്, മ്യൂസിക്, യോഗ, തൈക്കോണ്ട എന്നിവ പരിശീലിപ്പിക്കുന്നു. സമസ്ത ബോർഡിന് കീഴിലുള്ള മദ്രസയാണ് സ്കൂളിൽ മതപഠനത്തിനായി നൽകുന്നത്. വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു. ഹിലാൽ പബ്ലിക് സ്കൂൾ, പൊന്നാനി.